ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ അത് മായയാണോ? CBIയോട് പറയും കേട്ടോ. പോലീസ് സംവിധാനിക്കുന്ന സൗകര്യമില്ല പറയാൻ. നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക. അരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് കത്തോലിക്ക ക്രൈസ്തവരുടെ വോട്ട് നേടിയാണ്. അത് മറക്കരുത്. അത് സുരേഷ് ഗോപി ഓർക്കുന്നുണ്ടോ? അത് BJPക്കാർക്ക് അറിയാമോ? എനിക്കറിയില്ല. പുള്ളിയോട് ആദ്യം ഒരു നല്ല മനുഷ്യനാവാൻ പറ. ഇവർക്കൊക്കെ നിരന്തരമായി മെത്രാന്റെ ഭവനത്തിൽ കയറി കേക്ക് മുറിക്കുകയും ആശംസ നടത്തുകയും ചെയ്തത് എന്തിനായിരുന്നു? ഇതൊക്കെ കാപട്യമല്ലേ എന്ന ചോദ്യമാണ് നമ്മളെല്ലാവരുടെയും മുമ്പിലുള്ളത്. ഈ കാപട്യം, കപടനാട്യം ഈ കേരളത്തിനകത്ത് BJPക്കാരൻ നടത്തി എന്നുള്ളതിൻ്റെ ദുഃഖകരമായ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. നിന്നെപ്പോലെ ഒരുത്തനെ ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പലവർക്കും മുറിവുറുപ്പുണ്ട്. അത് നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? ഇതാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. ഹിന്ദു മതത്തോട് യാതൊരു വിരോധമോ ഒരു നേരായ എന്തെങ്കിലും വിഷമമോ ഞങ്ങൾക്ക് ആർക്കുമില്ല. മറിച്ച് ഹിന്ദുത്വം എന്നുള്ളത് ഒരു മൗലികവാദമാണ്, ഫാസിസമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഒരു സഹമുറിയനോട് ഇത്രയും സഹതാപമില്ലാത്ത മറ്റൊരു സഹമുറിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് തന്നെയാണ് അച്ചോ ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ അലറി പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ചോ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSS ആണ്. RSSന്റെ അടിസ്ഥാന ഗ്രന്ഥം വിചാരധാരയാണ്. ആ വിചാരധാരയിൽ 3 ആഭ്യന്തര ശത്രുക്കളുണ്ട്. അതിലൊന്നാമത്തെ ശത്രു ക്രിസ്ത്യാനികളും, രണ്ടാമത്തെ ശത്രു മുസ്ലിങ്ങളും, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകളുമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? പക്ഷേ വർത്തമാനകാല ഇന്ത്യയിലെ സംഘപരിവാർ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്. മൂന്നാമത്തെ ശത്രുവായ കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കുന്നിടത്ത് മാത്രമേ ഒന്നാമത്തെ ശത്രുവായ ക്രിസ്ത്യാനികളെയും രണ്ടാമത്തെ ശത്രുവായ മുസ്ലിങ്ങളെയും നശിപ്പിക്കാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ്. അതിനു വേണ്ടിയിട്ട് 2ഉം 3ഉം ശത്രുക്കളെ നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങൾക്ക് അപ്പവും വീഞ്ഞും മുൾക്കിരീടവുമായി വന്നത്. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ മാതാവ് പോലും ആ മുൾക്കിരീടത്തെ തള്ളിക്കളഞ്ഞ് നിങ്ങൾക്കൊരു സൂചന തന്നപ്പോൾ ആ സൂചനയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അരമനകളിൽ സംഘപരിവാറിന് വിരുന്നൊരുക്കിയത്. എന്റെ ദോഷജാതകം കൊണ്ട് ഒരാൾക്കൊരു ദോഷം ഉണ്ടാവാതിരിക്കാൻ ഓർമ്മ വെച്ച കാലം മുതല് പൂജ വഴിപാടൊക്കെ നടത്തില്ല ഞാൻ. അച്ചോ, ഇന്ന് കേരളത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇന്ന് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് നാളെ കൊച്ചു കേരളത്തിലേക്ക് എത്താൻ നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ അധിക സമയമൊന്നും വേണ്ട. നാട്ടുകാരുടെ കപന്തിനെ നടക്കുന്ന ഹിമാറാവേ കുടിയും പറമ്പും പോകാൻ നോക്കിക്കോളി. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടപ്പെട്ടവരെ കൺമുമ്പിലിട്ട് വെട്ടിക്കൊന്നാൽ പോലും ഒന്ന് പൊട്ടിക്കരയാനുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്കില്ലാതെ വരും. ഞങ്ങൾ ആരുടെ നോക്കി പറയും, പിന്നല്ലാതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കണം.